Hi teachers, how are you? So in the previous class we discussed about lesson 4 verb tense and their uses. So as a part we discussed about the different tenses. There are three basic tenses in English: the past, present and future. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ലെസൺ 4ൻ്റെ കാര്യത്തിൽ ടെൻസും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അത്തരത്തിൽ നമ്മൾ ടെൻസിൻ്റെ ക്ലാസിഫിക്കേഷനെ പറഞ്ഞു. ടെൻസിൻ്റെ ക്ലാസിഫിക്കേഷനെ നമുക്ക് ഓരോ ഇതായിട്ടും മൂന്ന് കാലങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 ടെൻസസ് ഉണ്ട് നമുക്ക് നമ്മളെ ഇംഗ്ലീഷിൽ: പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും. അപ്പോൾ അതിനെ തന്നെ സബ് ഡിവൈഡഡ് ഇൻറ്റു, അതിനെ നമ്മൾ 4ആക്കി നമ്മൾ ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ ഓരോന്നിനെയും 4 കാലങ്ങളാക്കി. അപ്പോൾ അത്തരത്തിൽ 12 ടെൻസസ് നമുക്ക് കിട്ടി. ആ 12 ടെൻസസിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്ത് 14, ടോട്ടൽ 14 ടെൻസസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കണ്ടീഷണലും ആൻഡ് കണ്ടീഷണൽ പെർഫെക്റ്റും. സോ അതിനെക്കുറിച്ച് അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെസൺ 5 യൂസ് ഓഫ് ദി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസസിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ ഓൾ ഓഫ് യു പ്ലീസ് try to understand, and if you have any doubts please try to clarify with me, okay? So this tense is also called the present progressive. It's made by using am, is, are plus ing form of the verb. അതായത് ദിസ് ടെൻസ് ഈസ് ഓൾസോ കോൾഡ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞു, ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് സ്റ്റിൽ ഹാപ്പനിങ്, അല്ലെങ്കിൽ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ പ്രവൃത്തിയുടെ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും സ്റ്റിൽ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ടെൻസ് ഈസ് ഓൾസോ കോൾഡ് പ്രസൻറ്റ് പ്രോഗ്രസീവ്. പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് ആം, ഈസ്, ആർ. അതായത് ആം, ഈസ്, ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ing ഫോം ഓഫ് ദ വെർബും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസസ് എഴുതുന്നത്. ഇപ്പോൾ ഐ ആം റീഡിങ്, ജസ്റ്റ് നോക്കൂ, ഒരു എക്സാമ്പിൾ പറയാണ്. ഐ ആം റീഡിങ്, ഹീ ഈസ് റീഡിങ്, ദേ ആർ റീഡിങ്. ദിസ് ടെൻസ് ഈസ്. അപ്പോൾ നോക്കൂ, ഇതിൽ ഐ ആം റീഡിങ്, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരിക്കലും ആ പ്രവൃത്തി അവിടെ പൂർത്തിയായിട്ടില്ല. ഐ ആം റീഡിങ്, ഹീ ഈസ് റീഡിങ്, അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞു എന്ന് പറയുന്നില്ല, എന്നാൽ ആ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ടെൻസസിനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നു. സോ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ എന്താണ് ഈ സമയത്ത് എന്താണ് നടക്കുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ, ടു ഷോ വാട്ട് ഈസ് ഗോയിങ് ഓൺ അറ്റ് ദി മൊമെൻറ്റ് ഓഫ് സ്പീക്കിംഗ്. അതായത് ഈ മൊമെൻറ്റിൽ, അറ്റ് ദ മൊമെൻറ്റിൽ എന്ത് നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, എക്സാമ്പിൾസ് ആണ്. വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് അറ്റ് ദ മൊമെൻറ്റ്. ഈ മൊമെൻറ്റിൽ, ഞാനിപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇംഗ്ലീഷാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലുക്ക്, ദ ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ ട്രെയിൻ. അപ്പോൾ ബോയ്സ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രെയിനിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഹീ ഈസ് ടെല്ലിങ് എ സ്റ്റോറി ടു ഹിസ് ഫ്രണ്ട്. ഈ പ്രവർത്തികൾ ഇപ്പോൾ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ, വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് അറ്റ് ദ മൊമെൻറ്റ്. ഈ സമയത്ത് ഞാനിപ്പോൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ആ പ്രവൃത്തി ഒരിക്കലും അവിടെ പൂർത്തിയായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ പോലും, ലുക്ക് ദ ബോയ് ആർ പ്ലേയിങ് ഇൻ ദ ട്രെയിൻ. ആ ബോയ് അവിടെ ട്രെയിനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവൃത്തി, കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള പ്രവൃത്തി ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത്തരം സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ടു ഷോ അടുത്തതായിട്ട് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ടു ഷോ ദ ടെമ്പററി സിറ്റുവേഷൻ അല്ലെങ്കിൽ താൽക്കാലികമായ സിറ്റുവേഷൻസ് കാണിക്കാനും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഐ എം സ്റ്റഡിയിങ് വിത്ത് മൈ അങ്കിൾ ഫോർ എ ഫ്യൂ ഡേയ്സ്. ഇപ്പോൾ നോക്കൂ, ഐ എം സ്റ്റഡിയിങ് വിത്ത് മൈ അങ്കിൾ ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസം ഞാൻ എൻ്റെ അങ്കിളിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അങ്കിളിൻ്റെ കൂടെ പഠിച്ചിരുന്നു അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്നു എൻ്റെ അങ്കിളിൻ്റെ കൂടെ എന്ന് പറയാം. സോറി ഐ ആം സ്റ്റേയിങ് വിത്ത് മൈ അങ്കിൾ ഫോർ എ ഫ്യൂ ഡേയ്സ്. സ്റ്റഡി അല്ല കേട്ടോ, സ്റ്റേയിങ് ആണ്. അതായത് ഞാൻ എൻ്റെ അങ്കിളിൻ്റെ കൂടെ കുറച്ച് ദിവസം താമസിച്ചിരുന്നു. അത് ടെമ്പററി സിറ്റുവേഷനാണ്. കുറച്ച് ദിവസം, അവിടെ ഫ്യൂ ഡേയ്സ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ദേ ആർ വിസിറ്റിംഗ് ദ താജ്മഹൽ. അവർ അങ്കിൾ ഈസ് വർക്കിംഗ് വിത്ത് ദ KSEB ഫോർ എ ഫ്യൂ വീക്സ്. അതായത് എൻ്റെ അങ്കിൾ KSEBയിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ദേ ആർ വിസിറ്റിംഗ് ദ താജ്മഹൽ. അപ്പോൾ താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ പോകുന്ന അത് എന്നും താജ്മഹലിലായിരിക്കുമോ? അല്ലല്ലോ. ഇറ്റ്സ് എ ഷോയിങ് ദ ടെമ്പററി സിറ്റുവേഷൻസ്. ഇനി അടുത്തത് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ യൂസ് ഒന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് സ്പീക്കിംഗ്, അതായത് ഒരു മൊമെൻറ്റിൽ ഗോയിങ് ഓൺ അറ്റ് ദി മൊമെൻ്റ് ഓഫ് സ്പീക്കിംഗ്, അതായത് ഇപ്പോൾ ഈ നിമിഷം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് കാണിക്കാൻ. അതുപോലെ തന്നെ ടെമ്പററി സിറ്റുവേഷൻസ്, താൽക്കാലികമായിട്ടുള്ള സിറ്റുവേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യുക. ഇനി അടുത്ത് നോക്കിക്കോളൂ. ടു ഷോ അനോയിങ് ഹാബിറ്റ്സ് ഓഫ് പീപ്പിൾ. Here we also use words like always, constantly, forever. അതായത് നമുക്കിഷ്ടമില്ലാത്ത മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന ഹാബിറ്റ്സിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. Here we also യൂസ് ദ വേർഡ്സ്, അതിന് വേണ്ടി, ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾവേസ്, കോൺസ്റ്റൻ്റ്ലി, ഫോർ എവർ ഒക്കെ നമ്മൾ അത്തരത്തിലുള്ള അനോയിങ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അനോയിങ് ഹാബിറ്റ്സ്, പീപ്പിൾസിൻ്റെ അനോയിങ് ഹാബിറ്റ്സ് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ആൻ എക്സാമ്പിൾ, അൻമണി ഈസ് ഓൾവേസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ്. അതായത് അമ്മിണി എന്ന് പറഞ്ഞ സാധനം ഏത് നേരം ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് ആൻ അനോയിങ് സിറ്റുവേഷൻ. സോ ഇറ്റ്സ് ആൻ അനോയിങ് ഹാബിറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ. അപ്പോൾ അത്തരത്തിലുള്ള അനോയിങ് ആയിട്ടുള്ള ഹാബിറ്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ ഏതാണെന്ന് നോക്കാം. ടു ഷോ എ ചേഞ്ചിങ് സിറ്റുവേഷൻ. ഹിയർ വി ഓഫൻ ടു യൂസ് ദ വേർഡ് gradually, little by little. അപ്പോൾ നമുക്ക് നോക്കാം. ടു ഷോ എ ചേഞ്ചിങ് സിറ്റുവേഷൻ, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ഗ്രാജുവലി, പതുക്കെ, അല്ലെങ്കിൽ ലിറ്റിൽ ബൈ ലിറ്റിൽ, കുറേശ്ശെ ആയിട്ട്. ഇതൊക്കെ നമ്മൾ അത്തരം സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന. ദ വെദർ ഈസ് ചേഞ്ചിങ് ഗ്രാജുവലി, അതായത് ഈ കാലാവസ്ഥ പതുക്കെ മാറത്തുള്ളൂ. മൈ സൺ ഈസ് ഇംപ്രൂവിങ് ലിറ്റിൽ ബൈ ലിറ്റിൽ ഇൻ ഹിസ് ഹെൽത്ത്. എൻ്റെ സണ്ണ് പതുക്കെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അസുഖത്തിൽ നിന്ന്, അവൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചേഞ്ചിങ് സിറ്റുവേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ടു ഷോ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പ്ലാൻസ്. Here we use a time phrase to show it is for future. അതായത് ടു ഷോ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പ്ലാൻസ്, അതായത് ഫ്യൂച്ചർ പ്ലാൻസ് കാണിക്കാൻ, ഡെഫിനിറ്റ് ആയിട്ടുള്ള നമ്മളെ ഫ്യൂച്ചർ പ്ലാൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില ഫ്രേസസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ലേറ്റർ വി ആർ വിസിറ്റിംഗ് ദ ആതിരപ്പള്ളി വാട്ടർഫോൾസ്. Tonight we are watching the movie Sultan. അപ്പോൾ ഇവിടെയൊക്കെ ഭാവിയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ആസൂത്രണം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു ഫ്രേസ് എപ്പോഴും കാണും. ലേറ്റർ വി ആർ വിസിറ്റിംഗ് ദ ആതിരപ്പള്ളി വാട്ടർഫോൾസ്. അപ്പോൾ ആതിരപ്പള്ളി വാട്ടർഫോൾസ് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വിസിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ടുനൈറ്റ് വി ആർ വാച്ചിങ് ദ മൂവി സുൽത്താൻ. ഇന്ന് നൈറ്റ് നമ്മൾ സുൽത്താൻ മൂവി വാച്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ
ഡെഫിനിറ്റ് ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ നമ്മളെ ഭാവി കാര്യങ്ങൾ, ഭാവി പരിപാടികൾ അത് ഉറപ്പായിട്ട് നടത്തുന്ന കാര്യങ്ങളെ കാണിക്കാനും നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് ഉണ്ട്. അതായത് ഇൻ ദ സെൻറ്റൻസ് ബിലോ only 5 have the present continuous tense. Write the number of sentence with the present continuous tense. അപ്പോൾ ഇതിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് സെൻറ്റൻസ്, അതിൽ 5 പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉള്ളൂ. അത് ഏതൊക്കെയാണ് കണ്ടുപിടിച്ച് എഴുതാനുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം. സോ പിന്നെ അത് പറയുന്ന അടുത്തത് ഒരു വർക്ക് കൂടെ ഉണ്ട്. റീഡ് ദ സെൻറ്റൻസ് കെയർഫുള്ളി ആൻഡ് ചൂസ് ദി കറക്റ്റ് വേർബ് ഫ്രം ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വേർബ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. അതൊക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ നമുക്കിനി അടുത്തതായിട്ട് യൂസ് ഓഫ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് പറയാൻ പോകുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് നോക്കിക്കോളൂ. ദ ടെൻസ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് ഹാസ് ഓർ ഹാവ് പ്ലസ് ദി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഹാസ് ഓർ ഹാവ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം എങ്ങനെയാണ് ആ ക്രിയ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് അവിടെ മേക്ക് ചെയ്യുന്നതിന് എന്തൊക്കെ വേണമെന്നാണ് പറയുന്നത്. ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യും പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. അതായത് സെൻറ്റൻസിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എഴുതുന്നത്. ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. ദേ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. ദേ ഹാവ് റിട്ടൺ എ ലെറ്റർ. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഫോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സിമ്പിൾ സെൻറ്റൻസസ് ആണ് കേട്ടോ. ദേ ഹാസ്, അപ്പോൾ അത് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഇനി അടുത്ത പറയുന്നത് ടു ഷോ ദാറ്റ് ദ ആക്ഷൻ ഈസ് അൺഫിനിഷ്ഡ്. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ടു ഷോ ദാറ്റ് ദ ആക്ഷൻ ഈസ് അൺഫിനിഷ്ഡ്, അതായത് തീരാത്തൊരു പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രവൃത്തി തീർന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ടു ഷോ ദ ആക്ഷൻ ഈസ് അൺഫിനിഷ്ഡ്. ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഫോർ 10 years. ഞാൻ 10 വർഷമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് നോൺ ദം സിൻസ് 2010. ഐ ഹാവ് ലിവ്ഡ് ഇൻ ദിസ് ടൗൺ സിൻസ് 2030. ഞാൻ 2030 വരെ അല്ലെങ്കിൽ 2030 വരെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ടു ഷോ ദ പ്രസൻറ്റ് റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ആക്ഷൻ, അതായത് പണ്ട് ചെയ്തൊരു പ്രവൃത്തിയുടെ റിസൾട്ട് ഇപ്പോൾ അറിയുന്നതിന്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പണ്ട് ചെയ്തൊരു പ്രവൃത്തി അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ ഫലം നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് കാണിക്കാനും ഇത്തരത്തിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ പറയുക. ഇപ്പോൾ ഐ ഹാവ് വിസിറ്റഡ് ദ താജ്മഹൽ ആൻഡ് സോ ഐ നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇവിടെ പറയും നോക്കൂ, ഐ ഹാവ് വിസിറ്റ് ദ താജ്മഹൽ, ഞാൻ മുമ്പ് താജ്മഹൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സോ ഐ നോ അബൌട്ട് ഇറ്റ്, എനിക്ക് അതുകൊണ്ട് തന്നെ താജ്മഹലിനെ കുറിച്ചിട്ട് അറിയാം, എനിക്കത് കണ്ട് പരിചയമുണ്ട് എന്നാണ് പറയുന്നത്. ഹി ഹാസ് ഫിനിഷ്ഡ് ദ ജോബ് യു ഗേവ് ഹിം. യു ക്യാൻ ഗേവ് ഹിം സംതിങ് എൽസ്, അതായത് താങ്കൾ കൊടുത്ത ജോലി അയാൾ ഭംഗിയായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേറെ എന്തെങ്കിലും, യു ക്യാൻ ഗേവ് ഹിം സംതിങ് എൽസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഒരു നോട്ട്സ് പോലെ, റെഫറൻസ് പോലെ പറയുന്നത്, we use the tense when we want to talk about unfinished action that started in the past and continues to the present. Usually we use it to
say how long an action or state has continued with since and for. Often we use strive stative verbs in this situation. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, പണ്ട് തുടങ്ങി ഇപ്പോഴും തീർന്നിട്ടില്ലാത്ത പ്രവൃത്തികൾ കാണിക്കാനാണ് എന്താ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്ര നാൾ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി എത്ര നാൾ തുടരുന്നു അല്ലെങ്കിൽ പ്രവൃത്തി തുടർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നു, ഫോർ ഉപയോഗിക്കുന്നു. അതുപോലെ പെട്ടെന്ന് തീരാത്ത കാര്യങ്ങളെ കൂടെ ഓഫൻ, അതിൻ്റെ കൂടെ സ്ട്രൈവ് വേർബ്സ്, സ്റ്റേറ്റീവ് വേർബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കുക, അതിനൊരു എക്സാമ്പിൾ പറയാം. ഐ ഹാവ് ടോട്ട് ഇൻ ദിസ് കോളേജ് 2014. ഷീ ഈസ് lived in കൊച്ചി ഫോർ 3 years. അപ്പോൾ ഇത് നോക്കൂ, അവൾ 3 വർഷമായിട്ട് കൊച്ചിയിൽ തന്നെ ജീവിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്ന ഓൺ ഗോയിങ് ആയിട്ടുള്ള. അപ്പോൾ അത്തരത്തിൽ ഫോർ യൂസ് ചെയ്യും, നമ്മൾ സിൻസ് യൂസ് ചെയ്യും. ഇപ്പോൾ ഈ സിൻസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും തീരാത്ത അല്ലെങ്കിൽ എത്ര നാളായിട്ട്. അപ്പോൾ ഞാൻ 2014 വരെ അവിടെ ടീച്ച് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രവൃത്തി ഇപ്പോഴും അത്ര കാലം കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സിൻസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സമയം, ദിവസം, തീയതി, മാസം, കൊല്ലം, അല്ലെങ്കിൽ അപ്പോൾ സിൻസ് കാണിക്കുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ഇത്ര കാലം, ഇത്ര ടൈം ഷെഡ്യൂൾ അവിടെ എടുത്തു എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് അല്ലെങ്കിൽ ഫോർ യൂസ് ചെയ്യാം. ഫോറും സിൻസും നമ്മൾ ആ ടൈം പീരീഡ്, എത്ര കാലം, ദിവസം, വർഷം, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിൻസ് യൂസ് ചെയ്യുന്നത്. വി ഹാവ് പ്ലേഡ് ദ ഗെയിം സിൻസ് 2 o'clock. 2 മണി വരെ നമ്മൾ ആ ഗെയിം പ്ലേ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തത്, we have played the game for 2 hours. He hasn't come here. അപ്പോൾ have or has or have plus past participle form of the verb, അതാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഒരു നോട്ട്സാണ്. A common mistake that people make using the time phrase of the past with this tense. When we use the tense, we are not interested in knowing the action took place, but the present impact of the things. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഒരു കോമൺ മിസ്റ്റേക്ക് പീപ്പിൾസ് വരുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പീപ്പിൾ മേക്ക് ഈസ് യൂസിങ് ടൈം ഫ്രേസ് ഓഫ് ദി പാസ്റ്റ് വിത്ത് ദിസ് ടെൻസ്. അതായത് നമ്മൾ കാലഗണന കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ പാസ്റ്റ് ടെൻസ്, അതായത് കഴിഞ്ഞു പോയ കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. വെൻ യൂസ് ദിസ് ടെൻസ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് നോയിങ് വെൻ ദ ആക്ഷൻ ടുക്ക് പ്ലേസ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആ പ്രവൃത്തി അവിടെ നടന്നോ നടന്നില്ലേന്ന് ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ അത് എത്ര നടന്നു അല്ലെങ്കിൽ എത്ര കാലം എന്നൊന്നും അത് ക്ലിയർ ആവില്ല. അപ്പോൾ ഇതൊരു കോമൺ മിസ്റ്റേക്കാണ്. അപ്പോൾ ഒരിക്കലും പാസ്റ്റ് കാലങ്ങളിൽ ഈ ടെൻസിൻ്റെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കരുത് എന്നാണ്, സിമ്പിൾ പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ. ഇപ്പോൾ അത് അത്തരത്തിലുള്ള റോങ് യൂസേജാണ്. ഹി ഹാസ് കം യെസ്റ്റർഡേ. എയ്തർ വി ഷുഡ് സേ ഹി കെയിം യെസ്റ്റർഡേ ഓർ സിംപ്ലി ഹി കെയിം. ഇപ്പോൾ ഇവിടെ ടെൻസ് ഉപയോഗിക്കുമ്പോൾ പ്രവൃത്തി സമയം അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്ത സമയം പറയരുത്, മറിച്ച് നമ്മൾ സമയം കാണിക്കണമെങ്കിൽ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലേക്ക് അത് മാറ്റിയിട്ട് ആ സമയത്തെ കാണിപ്പിക്കുക അല്ലെങ്കിൽ സൂചിപ്പിക്കണം, ആ സമയത്തിനെ കുറിച്ചിട്ട് ഇതാക്കണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് എക്സസൈസ് ഉണ്ട്. അതായത് പെർഫെക്റ്റ്
പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള 5 സെൻറ്റൻസ് 10 വേർഡ്സ് 10 ഉണ്ട്. അതിൽ 5 പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ കറക്റ്റ് ടെൻസ് ആ ഗിവൻ ബ്രാക്കറ്റിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്താൽ മാത്രമേ ഇപ്പോൾ പറഞ്ഞ സംഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കിത് ഒപ്പം പറഞ്ഞ് പഠിച്ച് പോവാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം, മനസ്സിലാക്കുക. എനിവേ താങ്ക്സ് എവരിബഡി, താങ്ക്സ് എ ലോട്ട്.